ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സഹലാസ് കിച്ചൺ. ഇന്ന് ഞാനൊരു ക്രിസ്പി ബനാന ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ പഴംപൊരിയുടെ ഉള്ളിൽ കുറച്ച് സ്വീറ്റും പുറത്ത് കുറച്ച് ക്രിസ്പിയുമായിട്ടുള്ളതാണ്. ഇനി അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. അതിനു വേണ്ടി 2 പഴം ഞാൻ ചെറുതായി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കോട്ടിങ്ങിനായി ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. കുറച്ച് വെള്ളം ആഡ് ചെയ്ത് നല്ല ലൂസ് ബാറ്ററാക്കി എടുക്കുക. ഇതുപോലെ നല്ല ലൂസ് ബാറ്ററാക്കി എടുക്കണം. ഞാനിനി ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പഴം മൈദയുടെ മിക്സി കോട്ട് ചെയ്തെടുക്കാം. ഇനി ഈ പഴം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ പഴവും മൈദയുടെ മിക്സിലും ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തെടുക്കുക. ഇനി ഈ പഴം നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഓരോ പഴം ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ പഴത്തിൻ്റെ ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാ പഴവും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ബനാന ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബനാന ഫ്രൈ ആണത്. പുറത്ത് നല്ല ക്രിസ്പിയാണ്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.